ഈ റിവ്യൂ നടത്തുന്ന മോന്മാരെന്ത് റിവ്യൂ ഉണ്ടാക്കുന്നത്? 12 മണിക്ക് ഞാൻ ഷോയ്ക്ക് കയറിയപ്പോൾ പേരൻസിന് കൂടെ മക്കളെയും കൊണ്ട് കയറുക. രേണു സുധിയോട് മോളെ നിന്റെ പോക്ക് ശരിയല്ല, സൂക്ഷിക്കൂ എന്നുള്ളത് അങ്ങനെ അതൊരു വ്യക്തിയുടെ ലൈഫിലേക്കുള്ള അമിതമായിട്ടുള്ള കടന്നുകയറ്റാണ്. ഇത് തന്നെയാണ് രേണു സുധിയോട് പറയുന്നതും ആരോട് പറയുന്നതും. തൊപ്പി എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ എങ്ങനെയാണ് വന്നത്? ഡ്രഗ്സ് എനിക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മീഡിയയിൽ ആകെ ഉയർന്നു വന്ന പേര് അറിയാം. ആ നടൻ അപ്പൊ ആരോടാണെങ്കിലും പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി. പെട്ടെന്ന് പ്രശസ്തനാകാം, എന്ത് വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞാൽ ഉറപ്പാണ്. ഇന്നത്തെ കാലത്ത് അവർക്കാണല്ലോ മാർക്കറ്റിംഗ്. ഈ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ഇന്നത്തെ കുട്ടികളിലും രക്ഷകർത്താക്കളിലും കുറെ പേർക്ക് ഇഷ്ടമല്ലാത്ത. ഒരു കാലത്ത് സ്ത്രീകൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട വിളിക്കുക. ശരീരം അനങ്ങാതെ പെയിൻ ഇല്ലാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗം. നിങ്ങൾക്കൊക്കെ വേണ്ടതെന്നറിയോ? വിറ്റ് കാശാക്കണം. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ഹായ്, ഹലോ, നമസ്കാരം. ദ റിയൽ കേരള സ്റ്റോറിയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 4 അതിഥികൾ. 4 പേർക്ക് നമസ്കാരം. നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. രജിത്തേട്ടൻ്റെ എനിക്ക് ഒട്ടും ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ്. എൻ്റെ ഗുരു എന്ന് പറഞ്ഞു തുടങ്ങാനാണ് എനിക്കിഷ്ടം. രജിത്തേട്ടാ, നമസ്കാരം. എന്നിൽ നിന്ന് തുടങ്ങിയിട്ടല്ല, ഐശ്വര്യകരമായിട്ടല്ലേ വന്നിട്ടുള്ളൂ. ഇതും അങ്ങനെ തന്നെയാവും. ഓക്കെ, അപ്പം റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷൻ നമ്മൾ ഇരിക്കുകയാണ്. അപ്പം എന്താണ് റിയൽ കേരള സ്റ്റോറി? അപ്പം ഞാൻ ഈ ടൈറ്റിൽ പറയുമ്പോൾ തന്നെ അറിയാം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിസ്ലീഡ് ചെയ്യപ്പെടും, എല്ലാം ഡ്രഗ്സ് ആയിരിക്കും. പക്ഷേ ആ പോസ്റ്ററിലേക്കൂടെ ഒന്ന് കണ്ണോടിക്കുക. ചിന്തിക്കുന്നവർക്ക് ഏറെ ദൃഷ്ടാന്തം ഉണ്ടെന്നാണ് വേദം പറയുക. നോക്കുമ്പോഴത്തേക്ക് ഫാമിലി അവിടെ കാണാം, മക്കൾ കാണാം, ബാക്കി കുറേ സംഗതികളുണ്ടാവും അല്ലേ. അപ്പോൾ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സോഷ്യൽ മെസ്സേജുകളിലൂടെ പോകുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇത് കംപ്ലീറ്റ് ഇതിനകത്തുള്ള ഇൻസിഡൻറ്റുകളും നമ്മുടെ സമൂഹത്തിൽ നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാൻ പോകാനുള്ള സാധ്യതയുള്ളതുമായിട്ടുള്ള കുറേ സംഗതികളായിട്ടാണ് എനിക്ക് സ്ക്രിപ്റ്റിലൂടെയും കഥയിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൽ എനിക്ക് ഒരു നല്ല പാർട്ടാവാൻ, ഒരു നല്ലൊരു വേഷം ചെയ്യാൻ, ഇന്നുവരെ ഞാൻ ചെയ്യാത്ത ഒരു വ്യത്യസ്തമായ വേഷം ഡയറക്ടർ ജയകുമാർ സാർ തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. JK സർ, ഇപ്പം റിയൽ കേരള സ്റ്റോറി എന്ന് പറയുമ്പം ആ പേരിനെ തന്നെ പല പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. പല പല സ്റ്റോറീസ് ഓൾറെഡി വന്നിട്ടുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇതിന് റിയൽ കേരള സ്റ്റോറി എന്നൊരു പേര് കൊടുക്കാൻ കാരണം? ഇത് ഇന്നത്തെ റിയൽ പറയുകയാണെങ്കിൽ ഇന്നത്തെ സിറ്റുവേഷൻ കേരളയിൽ നടക്കുന്ന അത് ഭയങ്കര ഡീപ്പായി പോണു. അതിൻ്റെ ഒരു ഫുൾ സ്റ്റോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടിയിട്ട് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഒരു ഫാമിലി സ്റ്റോറി എടുത്തു. നാളെ നമ്മുടെ ഫാമിലി ചെറുപ്പം തൊട്ടേ കുട്ടികളെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു മെസ്സേജുമാണ്. പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു അകലച്ച ഇല്ലാണ്ട് നോക്കുക. ഫാമിലിയാണ് ഇമ്പോർട്ടൻ്റ് ഇൻ ലൈഫ്. സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് നാടകങ്ങളെ പറ്റി സംസാരിച്ച് തുടങ്ങാനാണ് ഏറ്റവും ഇഷ്ടം. എനിക്കിഷ്ടമാണ് നാടകങ്ങൾ കാണുന്നത്. ഈ അടുത്ത ഇടയ്ക്ക് സാറിൻ്റെ ഒരു സീരീസ് ഓഫ് നാടകങ്ങൾ കണ്ടു, പെൺവേഷം എന്ന് പറഞ്ഞിട്ട്. അതിൽ എല്ലാം പെൺവേഷങ്ങളിലാണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ സോളോ അല്ലേ അത് ചെയ്തിരിക്കുന്നത്? ഓക്കെ, അപ്പം സ്ത്രീകളുടെ പല ഭാവങ്ങളും ഒരാണിൻ്റെ ഫേസിൽ നിന്ന് അറിയുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യാനായിട്ടുണ്ടായിരുന്ന കാരണം എന്താണ്? അല്ല, അതൊരു പെൺവേഷം കിട്ടിയ നടൻ്റെ കഥയാണ്, ജീവിതമാണ്. അദ്ദേഹം പെൺവേഷമാണ് അഭിനയിക്കുന്നതെങ്കിലും അദ്ദേഹം നല്ലൊരു പുരുഷനാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ളൊരു രണ്ട് വ്യക്തിത്വങ്ങളാണല്ലോ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ചില ഏറ്റുമുട്ടലുകളും അല്ലെങ്കിൽ ഒരു നടൻ്റെ സ്ട്രഗ്ലിങ്, അതൊക്കെയാണ് കഥ. ഓച്ചിറ വേലുക്കുട്ടി എന്ന് പറയുന്നൊരു പഴയ നടൻ്റെ ജീവിതമാണ്.
ഒരു റിയൽ സ്റ്റോറി ആയിരുന്നു. റിയൽ സ്റ്റോറി ബയോപിക്കാണ്. ഓക്കെ. ഇപ്പം ഈ ആണിന്റെ വേഷം കിട്ടുന്ന പെണ്ണുങ്ങളെയും പെണ്ണിന്റെ വേഷം കിട്ടുന്ന ആണുങ്ങളെയും നമ്മൾ നാടകങ്ങളിലൂടെയും സിനിമകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ട്രാൻസ് വുമൺസ്, ട്രാൻസ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ നാടകം എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് തോന്നുന്നത്. ഇത് ട്രാൻസ് അല്ല, ഇത് അങ്ങനെയല്ല. അത് നമുക്ക് ഇതിന് ഈ മലയാള നാടക ചരിത്രം മാത്രമല്ല, ഇന്ത്യൻ നാടക ചരിത്രം എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളാരും അഭിനയ രംഗത്തേക്ക് വന്നിരുന്നില്ല. ഒരു കാലത്ത് സ്ത്രീകൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കൂത്തിച്ചി എന്നാ വിളിക്കുക. കൂത്താടുന്നവൾ, കൂത്തിച്ചി എന്നുള്ളത് നമ്മൾ പിന്നീട് അതൊരു മോശം വാക്കായിട്ട് ഉപയോഗിച്ചു. അപ്പൊ അത്രത്തോളം തെറിയായിട്ട് മാറി. ശരിക്കും അതല്ല, തെറിയായിരുന്നില്ല, അതൊക്കെ തമിഴിൽ നിന്ന് വന്നെയാണ് അല്ലേ കൂത്തിച്ചി എന്ന് പറഞ്ഞാൽ, കൂത്താടുന്നവർ. അപ്പൊ അന്ന് അങ്ങനെയാണ് പറയാറ്. തറവാട്ട് പറഞ്ഞവരാരും അഭിനയിക്കാൻ പോവില്ല, ഇതൊക്കെ വേറെ പ്രത്യേക വിഭാഗത്തിൽ. അന്ന് ഈ പുരുഷന്മാരാണ്. അത് മലയാളത്തിൽ മാത്രമൊന്നുമല്ല. ഞാൻ ഈ നാടകം, ഈ ഒരു നാടകത്തിലേക്ക് വരാൻ കാരണം തന്നെ ഞാനൊരു മറാത്തി നാടകം കണ്ടിട്ടാണ്. മറാത്തിയിലുള്ള ഒരു ആക്ടർ, അയാൾ മറാത്തിക്കാരനല്ല, ഗുജറാത്തുകാരനാണ്. പക്ഷെ അയാൾ മറാത്തി നാടകങ്ങളിലൂടെയാണ്, ജയശങ്കർ സുന്ദരി എന്ന് പറയുന്നത്. ആ നടൻ്റെ ആസ്തി കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ പേരുള്ള സ്മാരകം കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒച്ചറവേലിക്കുട്ടി എന്ന് പറയുന്നത് അതേ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ഇവിടെ ആർക്കും അറിയില്ല. അല്ലാതെ ഇത് ട്രാൻസ് അങ്ങനെയായിട്ട് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല. അത് ഈ മിമിക്രി ഷോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ട് അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഞാൻ അതിന്റെ പോസ്റ്റേഴ്സ് കണ്ടപ്പോൾ അല്ലല്ല, ഇത് അദ്ദേഹം നല്ല ഒത്ത പുരുഷനാണ്. പക്ഷെ അദ്ദേഹം മനോഹരമായിട്ട് സ്ത്രീ വേഷങ്ങൾ. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, സഖാവ് EMS നമ്പൂതിരിപ്പാട് പോലും സ്ത്രീ വേഷം കെട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ അന്ന് സ്ത്രീകൾ ആരും ഇല്ലാത്തത് കൊണ്ട് ആണ് ഇദ്ദേഹം സ്ത്രീ വേഷം കെട്ടിയത്. അങ്ങനെ ഇദ്ദേഹം മാത്രമല്ല, ഇപ്പം ഈ കൊച്ചിയിൽ തന്നെയുള്ള പാപ്പക്കുട്ടി ഭാഗവതരി 102-ാമത്തെ അല്ല, കഥകളിൽ ഇപ്പോഴും സ്ത്രീ വേഷം കെട്ടുന്നത് പുരുഷന്മാർ. പക്ഷെ നാടകത്തിലല്ല. നാടകം കുറേയും കൂടി ലൈഫായിട്ട് അടുത്ത് ബന്ധപ്പെട്ടതാണല്ലോ. അപ്പൊ അങ്ങനെ എത്രയോ പേരുണ്ടായിരുന്നു. ഷിയാളായിരുന്നു ഭയങ്കര ഫേമസ്. ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്, ഇത് ജെൻഡറുമായി ബന്ധപ്പെട്ട് യാതൊരു ഇതുമില്ല. പക്ഷെ സ്ത്രീവേഷം കെട്ടുന്ന ആളുടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അവർക്ക്. ആ കഥാപാത്രത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഈ സ്വത്വം തിരിച്ചറിയുക എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ. അഭിനയിക്കുന്ന സമയത്ത് മാത്രം. അഭിനയിച്ചു കഴിഞ്ഞാലും ഒരുപക്ഷെ ആ ഒരു വേഷം ഉള്ളിൽ നിന്ന് പോകാതെ അയാൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതാണ് ആ പ്ലേ. സാറിന് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്? ഈ അടുത്തിടയ്ക്ക് ഞാനിങ്ങനെ നസ്രിയ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫഹദിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഷൂട്ട് കഴിഞ്ഞാലും അതൊന്ന് പുറത്തു വരാൻ ഫഹദ് ഒരുപാട് കഷ്ടപ്പെടാറുണ്ട് എന്നുള്ളത്. അപ്പം സാർ ഇത്തരം നാടകങ്ങൾ, സ്റ്റേജുകൾ ചെയ്തു, സിനിമകൾ ചെയ്യുന്നു, ഒരു ക്യാരക്ടർ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? വേണമെങ്കിൽ ചില സമയങ്ങളിൽ അത് പാടില്ല എന്നാണ് പറയുന്നത്. കാരണം ഒരിക്കലും, കാരണം ഒരു നടൻ എന്ന് പറയുമ്പം കഥാപാത്രവും ആ വ്യക്തിയും ആണ്. കാരണം നമ്മളിപ്പോൾ ക്യാമറയുടെ മുന്നിൽ നിന്ന് ആക്ട് ചെയ്യുമ്പോൾ ഇത് ക്യാമറയാണെന്നും അതിന് എൻ്റെ മുമ്പിൽ ലൈറ്റ് ഉണ്ട്, ഡയറക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കേൾക്കണം ഒരു ഭാഗത്തോട്, എന്നിട്ട് വേണം നമ്മൾ ആക്ട് ചെയ്യാൻ. നമ്മൾ അങ്ങനെ ഓവറായിട്ട് അത് ഭയങ്കര അപകടം സൃഷ്ടിക്കും. അങ്ങനെ ഒരുപാട് ഈ ഹോളിവുഡ് ആക്ടേഴ്സിനൊക്കെ അങ്ങനെ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം തിയേറ്ററിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. കാരണം കൊല്ലുന്ന സീൻ അഭിനയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് ചെയ്തു പോയി. കാരണം അതാവാൻ പാടില്ല. അങ്ങനെ ആവുമ്പോൾ അതെന്തോ ഒരു അസുഖമാണെന്നാണ് പറയുന്നത്. ചില സമയത്ത് നമുക്കും തോന്നിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഞാൻ ഈ പ്ലേ ചെയ്യുമ്പോൾ ഒരു 1-2 ദിവസമൊക്കെ നമ്മുടെ അതിങ്ങനെ ഒരു ഹാങ് ഓവർ ഉണ്ടാകും. അല്ലാതെ സ്ത്രൈണതയൊന്നുമില്ല. ഇത് രണ്ടും കാണിക്കുന്നുണ്ട്. അതായത് ഈ നാടകത്തിൽ ഇയാളുടെ സ്ത്രൈണതയുണ്ട്. ഇയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കർണനായിട്ട് അഭിനയിക്കുക എന്നത്. കർണൻ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ്, ബലവാനാണ്. അപ്പൊ എങ്ങനെ സ്ത്രൈണത വരിക? അതില്ല. സ്ത്രൈണത കളയാൻ വേണ്ടിയാണ് ഇയാള് കർണനായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ കർണനായിട്ട് ഇയാൾക്ക് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആരും അവസരം കൊടുക്കുന്നില്ല. അതാണ് ഇതിൻ്റെ സംഭവം. ചില സമയം അതിപ്പോൾ എപ്പോഴും ഉണ്ടാവും. അതിപ്പോൾ ചില സിനിമകൾ നമ്മൾ കുറേ ദിവസം കാരണം ഒരേ നമ്മുടെ ഒരു സ്വത്വം വിട്ടിട്ട് മറ്റൊരു സ്വത്വത്തിലേക്ക് കയറുകയാണ് ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുമ്പോൾ. അത് ചില ആൾക്കാർ അതിന് വല്ലാതെ ഇൻവോൾവ്മെൻ്റ് ആയി പോകും. അത് തന്നെ. പക്ഷേ എന്നെ സമയത്ത് ആവില്ല. എന്തുകൊണ്ടറിയാം? എനിക്ക് മറ്റു പല കാര്യങ്ങളുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണം. എൻ്റെ വീട്ടിൽ അരി വാങ്ങിയോന്ന് ഞാൻ അറിയണം. അവിടെ കറണ്ട് ബില്ല് അടച്ചോ എന്നറിയണം. എൻ്റെ മോൻ്റെ സ്കൂളിൽ ഫീസ് അടച്ചോ എന്നറിയണം. അച്ഛനും അമ്മക്കും എൻ്റെ വിഷയങ്ങൾ ഞാൻ അറിയണം. അതുകൊണ്ട് എനിക്ക് നാടകം എനിക്ക് എത്രയും പെട്ടെന്നല്ല, എൻ്റെ കഥാപാത്രത്തിന് എത്രയും പെട്ടെന്ന് എനിക്ക് എന്നെ മാറ്റണം. എങ്കിലും എൻ്റെ സിനിമയിലേക്ക് എത്തണം. എൻ്റെ റിയൽ ലൈഫിലേക്ക് എനിക്ക് പോകാൻ പറ്റും.
അപ്പം ഇത് രണ്ടും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കും. ഇതൊന്നുമില്ലാത്തവർക്ക് ഒരുപക്ഷെ അതിൽ തന്നെ കുടുങ്ങിപ്പോകും, ആ ക്യാരക്ടർ തന്നെ. അതെ. പക്ഷേ ഞാൻ നാട്ടിലെ വേറെ ബാധ്യതകൾ അലട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയാം, അത് ഇതെല്ലാം ഓരോ ഡിപ്പെൻഡ് അവരവരെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ഞാൻ ക്യാരക്ടറെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതുപോലെ ആയിരിക്കില്ല ശ്രീധന്യ ആ ക്യാരക്ടറിലേക്ക് എത്തിക്കുന്നത്, രജിത്താട്ടിന് എത്തിക്കുന്നത് അങ്ങനെയല്ല, ജയകുമാർ സാറ് പോകുന്ന അങ്ങനെ. നമ്മളിത് ഓരോ വ്യക്തികളാണ്, ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അതുകൊണ്ട് മറ്റുള്ള ഒരാൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്കാവണമെന്നില്ല. അത് ഓരോരുത്തർ അതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നത്. ശ്രീധന്യ ചേച്ചി, എനിക്ക് എപ്പോഴും തങ്ങി നിൽക്കുന്നത് പ്രണയവിലാസത്തിലെ ആ ഒരു ക്യാരക്ടറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരക്ടർ. ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങനെ ഒരു ബാക്കിലേക്ക് പോകുമ്പോൾ അത് നല്ല രസമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ചേച്ചിക്കുള്ളൊരു ഇഷ്ടം? ഒരുപാട് ഇഷ്ടമുണ്ട്. കാരണം ഒരുപാട് പേര് ആ ക്യാരക്ടർ ഞാൻ ചെയ്തതുകൊണ്ട് മാത്രം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളായിരിക്കും ഞാനും. അതുകൊണ്ട് തന്നെ അതിനോട് എനിക്ക് പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ അങ്ങനെ. പക്ഷെ അത് ചെയ്യുമ്പം അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞിരുന്നില്ല. ആ ക്യാരക്ടറിന്റെ കഥയാണെന്ന് അറിയാമെങ്കിൽ പോലും. ഞാനും അങ്ങനെ ആ സിനിമ കണ്ടിട്ട് ഞാൻ എയർപോർട്ടിൽ പരിചയപ്പെട്ടത്, പക്ഷെ അന്ന് തന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ കാണുന്നത് ബോംബെയിലെ സെറ്റിൽ വെച്ചിട്ടാണ്. അതോടുകൂടി തിരക്കുമായി എയർപോർട്ട് ബോംബെ, അങ്ങനെ ലെവല് മാറിയില്ലേ? അങ്ങനെയാകുമ്പോ എനിക്കൊരു അനുഭവം ഉണ്ട്. അതിനേക്കാൾ മുമ്പേ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ചാനൽ ചർച്ചകൾ ഞങ്ങൾ തമ്മിൽ സെൽഫി ഏഷ്യാനെറ്റിന്റെ സെൽഫി ചർച്ചകൾ നമ്മൾ തമ്മിൽ ഇടികൂടി ചെയ്തതാണ്. ആങ്കർ ആയിരുന്നു ചേച്ചി, ആങ്കർ കൂടെ ആയിരുന്നു. ഞാൻ സന്തോഷേടൻ അവതാരകനാണ്, പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണെന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ ചേച്ചി ഞാൻ തുടങ്ങിയത് മീഡിയയില്, വിഷ്വൽ മീഡിയയിൽ തുടങ്ങിയത് തന്നെ ആങ്കർ ആയിട്ടാണ്. 2003 മറ്റോ. ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു സമയത്താണ് ഈ സിനിമ റിലീസ് ആവുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ സിനിമയുണ്ട്. അപ്പം ലഹരിയെ പറ്റിയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യത്തിനോട് സന്തോഷ് ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? സിനിമാ മേഖലയിൽ ഇത്രയും അധികം ലഹരി ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒരു കാര്യം നമ്മൾ നേരിട്ട് കണ്ടാൽ മാത്രമേ നമുക്കത് ബോധ്യപ്പെടുകയുള്ളൂ. പക്ഷെ നമ്മൾ മീഡിയയിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ നമ്മളത് ഇപ്പം നമുക്കത് സത്യമാണെന്ന് തോന്നുകയാണ്. പക്ഷെ എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ ഞാനൊരു 33 വർഷമായി നാടകവും സിനിമയും രണ്ടുമായിട്ട് ഒരുമിച്ച് പോകുന്നു. ഇപ്പോൾ സെറ്റിലായിരുന്നു. ഞാൻ ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക സീനിയേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. ലാൽ സാറിൻ്റെ കൂടെ 6-7 പടത്തിൽ അഭിനയിച്ചു. പക്ഷെ ഒരു തരത്തിൽ പോലും നമ്മളൊരു സിനിമ ലൊക്കേഷനിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു സിനിമ സെറ്റ് മുടങ്ങുകയോ ഷൂട്ടിംഗ് നിർത്തിവെക്കുകയോ ഏതെങ്കിലും ഒരു നടൻ ഒരു നടി മോശമായിട്ട് പെരുമാറുകയോ ചെയ്തതായി ഞാൻ 5-6 പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ അടുത്ത കാലത്ത് പിന്നെ ഈ ലഹരി ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മീഡിയയിൽ ആകെ ഉയർന്നു വന്ന പേര് അറിയാം. ആ നടൻ്റെ കൂടെ അടക്കം ഒരു 4 സിനിമകൾ ചെയ്തപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സൗഹൃദത്തിലുള്ളൊരു ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ടും എനിക്ക് ഒരു തരത്തിലും. പക്ഷേ ഈ മീഡിയയിൽ വരുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെടുമ്പോൾ നമ്മൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അല്ലാതെ സെറ്റിൽ എനിക്കൊരു യാതൊരു വിധത്തിലുള്ള ഇപ്പം നമ്മുടെ സെറ്റ് തന്നെ നോക്കൂ, ബോംബെയിലാണ്. അപ്പോൾ നമ്മളും വിചാരിച്ച് ബോംബെയിൽ തന്നെ പറയുമ്പോൾ അവിടുത്തെ ടെക്നിക്കൽ ക്രൂ ഒക്കെ ബോംബെക്കാരാണ്. അവിടെ അത്രയും രസകരമായിട്ട് നമ്മുടെ ഷൂട്ടിങ് അങ്ങനെയായിരുന്നു. ഭയങ്കര ജോളിയായിട്ട്. കാരണം അതൊരു എന്താ പറയുക, സ്ട്രെസ് ഇല്ലാതൊക്കെ നമ്മൾ ചെയ്യാന്ന് പറയുന്നില്ല, ഒരു തരത്തിലെ സ്ട്രെസ് ഇല്ലാതെ. ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം സാറ് ബോംബെയിൽ അങ്ങനെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ അവിടുത്തെ ടെക്നിക്കൽ ക്രൂ ആണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം ധന്യയുടെ കൂടെ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്. പ്രണയവിലാസം പോലുള്ള ഒരു നല്ലൊരു സിനിമയിൽ അഭിനയിച്ചിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞാനൊരു മുഴുനീള വേഷം, ഒരു ഹസ്ബൻഡിൻ്റെ ഒരു വേഷത്തിൽ ഒരു മുഴുനീള വേഷത്തിലൊക്കെ അഭിനയിച്ച് പോവുകയാണ്. അപ്പം മറ്റ് പല ടീംസ് ഉണ്ടാകും. അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സിനിമ സെറ്റ് എത്രത്തോളം സ്ട്രെസ് ഇല്ലാതെ അങ്ങനെയുള്ള സെറ്റുകളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലത്തെ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ വാർത്തകളൊക്കെ വരുന്നത്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് വന്ന എല്ലാം ഒട്ടും ശരിയല്ല. നിങ്ങൾക്ക് എനർജി കിട്ടുവാനോ അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പുറത്ത് കാണിക്കുവാനോ ലഹരി എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ലഹരി എന്ന് പറയുന്നത് എൻ്റെ ആർട്ടാണ്. എനിക്ക് 2 കാര്യം, കുടുംബം എൻ്റെ ഒരു ലഹരിയാണ്. ഇപ്പോഴും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും സഹോദരന്മാരും എൻ്റെ നാടും അതാണ് അവിടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അവരുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കം എൻ്റെ വലിയ ലഹരിയാണ്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞാൽ നാടകവും സിനിമയാണ്, അല്ല അഭിനയം. ഇതാണ് ഏറ്റവും വലിയ ലഹരി. ഉപയോഗിക്കുന്നവരോട് അവർ സ്വയം തീരുമാനിക്കുക. കാരണം അത്രയും കഴിവുള്ള പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു പ്രതിഭകൾ പോലും നശിക്കാൻ പാടില്ല. പിന്നെ തെറ്റുതിരുത്തി എല്ലാവർക്കും ഇനിയും വന്ന് അവരെ പ്രതിഭ ഇവിടെ കാണിക്കാൻ പറ്റും.
അതിനു വേണ്ടിയായിരിക്കണം. അല്ലാതെ അവരെ ഒന്നടങ്കം കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ പഴിചാരാനും പാടില്ല. അവർ തെറ്റുതിരുത്തി വരും. അപ്പോൾ നമ്മളവരെ സ്വീകരിക്കും. കാരണം നമ്മളവരെ കലാകാരനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. നമുക്ക് അവരുടെ കല തന്നെയാണ് വേണ്ടത്. അപ്പോൾ മറ്റുള്ളതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അത് സിനിമാ മേഖല മാത്രമല്ല, മാധ്യമ മേഖലയായാലും സർവ്വ മേഖലയായാലും എവിടെയൊക്കെയാണോ ലഹരിയുടെ അതിപ്രസരം കടന്നു വരുന്നത് ആ മേഖലകളൊക്കെ ശുദ്ധീകരിക്കണം. സിനിമാ മേഖലയെ മാത്രം കുറ്റപ്പെടുത്തണ്ട. പക്ഷെ സിനിമാക്കാരാണ് ഏറ്റവും ആദ്യം ഉറ്റുനോക്കുന്നത്. അതെ, സിനിമക്കാർ പിടിക്കുമ്പോഴാണ് ന്യൂസ് ഒരുപാട് അതെ സ്പ്രെഡ് ആവുന്നതും അത് ഹെഡ്ലൈൻസ് ആവുന്നു, ചർച്ചകളാവുന്നു. ഈവനിങ് ഇപ്പം ഈ പറയുന്ന പോലെ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാംസിലൊക്കെയും ഇതാണ് സബ്ജക്റ്റായി മാറുന്നത് സിനിമാ മേഖല. ഓരോ ദിവസവും ഓരോ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എത്രമാത്രം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കുറച്ച് ഒരു ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. പക്ഷെ ഇവരുടെ കയ്യിലൊക്കെ ഇതുണ്ട്. രജിത്തേട്ടൻ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു രജിത്തേട്ടൻ പഠിപ്പിക്കുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ അറിയാലോ നമുക്ക്, ഞാൻ 32,000 കൗൺസിലിംഗ് ഷോ നടത്തിയത്. അപ്പോൾ ഈ ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് വരെ നോക്കിയാൽ നമ്മൾ ഡ്രഗ്സ് എന്ന് കേട്ടാൽ നമുക്ക് പറയും അത് കാണണമെങ്കിൽ ഗോവയിൽ പോകണം, അല്ലേ, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ ബോംബെ പോകണം, ചെന്നൈ പോകണം. പക്ഷെ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ കുറച്ച് നാളത്തിനകത്താണ്. പിന്നെ ഈ സിനിമയിൽ ഒരാളിന് സംഭവിച്ചാൽ മതി, അതിന് എല്ലാവരിലെയും കൂടെ ജനറലൈസ് ചെയ്തെന്ന് പറയും. മലയാളി ഏത് മേഖല നമ്മൾ ജനറലൈസ് ചെയ്ത് കംപ്ലീറ്റ് അങ്ങ് പറയും. പക്ഷെ ഇത് നമ്മൾ ഡ്രഗ്സിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു സംഗതിയല്ല. ഇതെന്ന് പറയുന്നത് ഒരു ഫാമിലി കംപ്ലീറ്റ്. ഈ ഇപ്പം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേഴ്സിന് 1ാം സ്ഥാനമാണ്, വൃദ്ധസദനങ്ങൾക്ക് 1ാം സ്ഥാനമാണ്, അല്ലേ? ദെൻ മൊബൈൽ അഡിക്ഷൻ 1ാം സ്ഥാനമാണ്. രാഷ്ട്രീയ ഭ്രാന്ത്, ഇപ്പം വിവേകാനന്ദ സ്വാമി ഭ്രാന്ത് എന്ന് പറഞ്ഞ പോലെ 2 ഭ്രാന്തുകൾ, മതഭ്രാന്ത് അല്ലെങ്കിൽ ജാതി ഭ്രാന്ത് എന്ന് പറയുന്ന പോലെയുള്ളൊരു സംഭവം, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഭ്രാന്ത്. അപ്പം എന്തിലും നമ്മൾ തകർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അത്താണി എന്നുള്ള നിലയിലാണ് ദ റിയൽ കേരള സ്റ്റോറി ഒരു മെസ്സേജുമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നത്. ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു 4 വർഷം മുമ്പ് വരെ നമ്മുടെ കുട്ടികളിലേക്ക് നോക്കിയാൽ വാല്യൂസ് വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ അധ്യാപകരെ അധ്യാപകരായിട്ട് തന്നെ കാണുന്നു, മാതാപിതാക്കളെ മാതാപിതാക്കളായിട്ട് തന്നെ കാണുന്നു. ഇന്നെന്താ ചെയ്യാം? മാതാപിതാക്കളെ തല്ലിക്കൊല്ലുന്നു മക്കൾ. അതാ പറഞ്ഞ. അപ്പൊ ഈ ലഹരി തലയ്ക്ക് കയറുമ്പോൾ വിവേചന ശക്തി, വിവേചന ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം നഷ്ടപ്പെട്ടു പോകും. എല്ലാവരും പറയുന്ന ഒരു പൊതു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ഇത് ശരിക്കും ഉപയോഗിക്കുന്നവരല്ല, എവിടുന്നാണോ ഇത് വരുന്നത്, ഇതിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടുന്നാണോ അവിടുന്ന് വേണം നഷ്ടം ഇതാക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവിടേക്ക് ആളുകൾ എത്തുന്നില്ല, അല്ലെങ്കിൽ നിയമപാലകർ എത്തുന്നില്ല. നിയമപാലകർ മാത്രമല്ല, നിങ്ങളിപ്പോ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾ എത്രത്തോളം അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട്? അല്ല, നമുക്കൊരു ലിമിറ്റേഷൻ. നിങ്ങൾ പോലും ചെയ്യുന്ന എന്താണ്? അങ്ങനെ കുറ്റപ്പെടുത്തുന്നില്ല. നിങ്ങൾ മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ബ്രേക്കിംഗ് ന്യൂസേ ഉണ്ടോ? എല്ലാവർക്കും എങ്ങനെ വിറ്റ് കാശുണ്ടാക്കാം, വാർത്തകൾ വിറ്റ് കാശുണ്ടാക്കാം. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിന്ന് മാറിയിട്ട് എത്ര നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എത്ര പേര് നിങ്ങൾ ഇത് ചെയ്യുന്നു? അല്ല, നല്ല ആൾക്കാരെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ ഇന്റർവ്യൂവിൽ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റീവോ എന്തെങ്കിലും അതായിരിക്കാം നിങ്ങൾ ഏറ്റവും നാളത്തെ നിങ്ങളുടെ വാക്ക് പോലും അത് ഒരു കാലത്ത് ആലോചിച്ചു. ഒരു കാലത്ത് മംഗളും മനോരമയും കത്തിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഒരു കാലത്ത്. അതുകൊണ്ട് അപ്പൊ അത് നമ്മളും കൂടി ചെയ്യണം. എല്ലാം കേൾക്കാൻ ഇത്ര പേരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഒരു പ്ലേ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാരെ കാണുന്ന വെച്ചാൽ എനിക്ക് ലക്ഷക്കാരനായി കൂടെ? ഇപ്പൊ സാറിന് ഈ പൈസ വേണ്ടല്ലോ. ഇപ്പൊ നല്ലൊരു പൈസ ഈ സിനിമ കൊണ്ട് ചെലവിട്ടിട്ടുണ്ട്, അല്ലേ? നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ആദ്യം ഞാൻ പറയും, ഇപ്പൊ നമ്മൾ നിയമപാലകരെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു UP സ്കൂളിന്റെ മുന്നിൽ നിന്നാണ് കഞ്ചാവ് കലർന്ന മിഠായി ഒരു പെട്ടിക്കട നടത്തുന്നതാണ്. നമ്മളെല്ലാം ഭരണകൂടത്തിൻ്റെയും നിയമപാലകരുടെയും തലയിലേക്ക് മാത്രം. അവർ മനുഷ്യരാണ്. അവർക്കും ആദ്യം നമ്മൾ സ്വയം ഷോർട്ട് കട്ടിലൂടെ ഉണ്ടാക്കുന്ന പെട്ടെന്ന് പ്രശസ്തനാകാം, എന്ത് വൃത്തികേടുകളും വിളിച്ചു പറഞ്ഞ ഉറപ്പാണ്. ഇന്നത്തെ കാലത്ത് അവർക്കാണല്ലോ മാർക്കറ്റ്. ഇപ്പൊ തൊപ്പി എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ എങ്ങനെയാണ് വന്നത്? അത് ഇപ്പൊ കുട്ടികൾ എന്താ പറയുന്നറിയോ? നോക്കൂ, അദ്ദേഹത്തിന്റെ റവന്യൂ ഇത്രയാണ്. കുട്ടികൾ അതാണ് പഠിക്കുന്നത്. ഈ കൊറോണയ്ക്ക് ശേഷം വന്ന യൂട്യൂബേഴ്സ് ഒക്കെ എടുക്കും. അത് നല്ല കണ്ടന്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഏറ്റവും സമൂഹത്തിന് വെറുക്കപ്പെടുന്ന കണ്ടന്റുകൾ ചെയ്യുന്നവരും ലക്ഷങ്ങൾ അവരെ പേയ്മെന്റ് ഒക്കെയാണ് കുട്ടികൾ പറയാണ്. ഇത്ര പൈസയാണ്. ശരീരം അനങ്ങാതെ പെയിൻ ഇല്ലാതെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാധ്യമം, അല്ലേ? പണവും പ്രശസ്തിയും. അപ്പൊ ഇത് ഡ്രഗ്സ്, ഈ സാധനങ്ങളെല്ലാം മീഡിയകൾ പോലും ചെയ്യേണ്ടത്. നിങ്ങളുടെ ഒരു ദിവസമെങ്കിലും നല്ല സക്സസ് ആവുന്ന മനുഷ്യൻ എങ്ങനെ സക്സസ് ആവുന്നു? ആ മനുഷ്യന്മാരുടെ സ്റ്റോറി എത്ര പേര് ചെയ്യുന്നുണ്ട്? ഞാൻ ഇതോടെ ഒരു സ്കൂളിൽ വായനാ ദിനം ഉദ്ഘാടനം ചെയ്യാൻ പോയി.
ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കൂളാണ്. 100% റിസൾട്ടാണ് സ്കൂളിൽ. അപ്പോൾ ഞാൻ വായിച്ച കുറച്ച് പുസ്തകങ്ങൾ ബഷീറിനെ കുറിച്ചും MT കുറിച്ചും T പത്മനാഭൻ അങ്ങനെ കുറച്ച് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു. കുട്ടികളൊക്കെ എന്നെ ചത്ത പോലെ ഇരിക്കുകയാണ്. ഞാൻ വെറുതെ ഒരു തമാശ കഴിച്ചു. ബഷീറിനെ ആർക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ ബഷീറിൻ്റെ കഥകൾ വായിച്ചതും ഒരു 5-6 കുട്ടികൾ കൈപോക്കുന്നു, മറ്റേ കൈപോക്കുന്നു. ഞാൻ വെറുതെ ചോദിച്ചു, തൊപ്പി എത്ര പേർക്ക് അറിയാം? 2000 കുട്ടികൾ, എനിക്കൊന്ന് 5-10 കുട്ടികളൊക്കെ ബാക്കി എല്ലാവരും കൈപൊക്കി. എന്തുകൊണ്ട് സാധിച്ചു? സോഷ്യൽ മീഡിയയുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് നമ്മളും തിരിച്ചറിയണം. അപ്പൊ സോഷ്യൽ മീഡിയ നല്ലത് കൊടുക്കാതെ തെറ്റിദ്ധാരണ പരത്തുന്നതും വേണ്ടതും കൊടുത്ത് നമ്മുടെ കുട്ടികളെ വഴി തെറ്റിക്കുന്ന ആര് തന്നെയാണ്? സോഷ്യൽ മീഡിയക്ക് അതിന് വലിയ പങ്കുണ്ട്. ഇപ്പൊ ഷൈൻ ടോം ചാക്കോ, ഞാൻ പറയാം, എൻ്റെ അടുത്ത സുഹൃത്ത്, എൻ്റെ നല്ല സുഹൃത്താണ്. ഞാൻ കണ്ടത് വെച്ച് ഒരു അസാധ്യ നടനാണ്, നല്ല ഹ്യൂമൻ ബീങ് ആണ്. അദ്ദേഹത്തിന്റെ നല്ല ഇന്റർവ്യൂസ് ആരും കൊടുക്കാറുണ്ടോ? നിങ്ങൾക്ക് വേണ്ടതും അദ്ദേഹം നിങ്ങൾ തുറന്നു പറയണം. ഇപ്പം നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല, ഒരുപക്ഷെ എന്തെങ്കിലും ഉണ്ടാവാം അദ്ദേഹത്തിന്. നിങ്ങൾ അത് ക്യാപ്ചർ ചെയ്യണം. അല്ല, എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയാം, എനിക്ക് തോന്നിയതാണ് പറഞ്ഞത്, ഓപ്പൺ ചർച്ച ചെയ്തുകൊണ്ടാണ്. ഷൈൻ ചേട്ടനെ ഇതിന് മുമ്പുള്ള ഒരു പീരീഡിന് മുമ്പുള്ള ഒരു പല ഇന്റർവ്യൂസും ഉണ്ട്. അതിൽ അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ നല്ല രസമായിരുന്നു. അദ്ദേഹം നല്ല വായനയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നല്ല ജീവിത അനുഭവങ്ങളുണ്ട്. കാരണം സിനിമയില് അസിസ്റ്റന്റ്. പക്ഷെ അദ്ദേഹം ഒരുപക്ഷെ ഏതോ ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ കണ്ടതേ ഉള്ളൂ. അതൊക്കെ വിറ്റിട്ട് കാശുണ്ടാക്കിയാണ്. തീർച്ചയായിട്ടും അതൊക്കെ ചാനല്, ഈ ഓൺലൈൻ ചാനലുകാർ വിറ്റ് അദ്ദേഹത്തിന് ഒരു കോമാളിനെ പോലെ പുറത്ത് ആക്കിയാണ്. അപ്പൊ അതെന്താ കാര്യം അറിയോ? അത് കാണാനേ നെഗറ്റിവിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരുകൾ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നെഗറ്റിവിറ്റി കാണിക്കുന്നില്ലെങ്കിലും മലയാളത്തിൽ ഏറ്റവും മികച്ച സീരിയലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സീരിയൽ ഇന്നിപ്പോ സീരിയൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്കൊക്കെ വേണ്ടതെന്നറിയോ? വിറ്റ് കാശാക്കണം. നെഗറ്റിവിറ്റി വിറ്റ് എന്ത് പറയും? നെഗറ്റിവിറ്റി കാണാൻ ആൾക്കാർ അങ്ങനെയാണ്. ഇതൊക്കെ എങ്ങനെ കാണുന്നു? തുടരും എന്ന് പറഞ്ഞ സിനിമ ഒരു ഇന്റർവ്യൂ ഇല്ലാതെ ജനങ്ങളിങ്ങനെ ടിക്കറ്റ് കിട്ടാതെ പോവുകയാണ്. ആ സിനിമ എന്തെങ്കിലും വയലൻസോ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി കാണിച്ചിട്ടാണോ ആ സിനിമ മുന്നേറുന്നത്? നമ്മൾ കൊടുക്കുന്നതാണ്. അതിന് നമ്മൾ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒരേപോലെ ബാധ്യതയുണ്ട് ഈ സമൂഹത്തോട്. കാരണം ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മളും തീരുമാനിക്കണം. അത് എല്ലാവരും, അത് സിനിമാക്കാരായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, മീഡിയ പ്രവർത്തകരായിക്കോട്ടെ, ആര് പെട്ടിക്കടയിൽ കച്ചവടം നടത്തുന്ന പോലും തീരുമാനിക്കണം. അവനും കുട്ടിയുണ്ട്, അവനും പേരക്കുട്ടിയുണ്ട്. അവന് ഈ ചെറിയ ലാഭത്തിന് വേണ്ടിയിട്ട് ഈ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ കഞ്ചാവ് അവനെ പിടിച്ച് ആദ്യം തൂക്കിക്കൊല്ലണമെന്ന് ഞാൻ പറയാം. മനസ്സിലാവുന്നില്ലേ? ഈ വാർത്തകളൊന്നും അവിടേക്ക് പോവില്ല. ഈ വാർത്തകളൊന്നും അവിടേക്ക് പോവില്ല. ഈ വാർത്തകളിലേക്കൊന്നും നമ്മുടെ ഓരോ വ്യക്തികൾക്കും സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. തീർച്ചയായിട്ടും ഇത് പോലീസ് ചെയ്യട്ടെ, ഇത് എക്സൈസ് ചെയ്യട്ടെ, ഇത് അവിടെ നേരത്തെ നമ്മൾ സംസാരിച്ച അവർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഈ സിനിമ ഇദ്ദേഹത്തിന് എന്താ തലയ്ക്ക് വണ്ടി ഓടുന്നത്. അപ്പം ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയെടുത്ത് ഇവിടം വരെ കൊണ്ടെത്തിക്കണമെങ്കിൽ എന്തുമാത്രം മാടുപോലെ പണി ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാകും. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ചെയ്ത് നിർമ്മിച്ച് ഇത് ഇത്ര ഇവിടം വരെ കൊണ്ടുവന്നു ഇല്ലേ? പക്ഷേ അത് എറിഞ്ഞു പൊട്ടിക്കാനും അതിനകത്ത് കുറ്റങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഒരു കുറ്റം കണ്ടെത്തിയിട്ട് അതിൻ്റെ നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി കുറേ പേരുണ്ടാവും. അല്ല, ഈ നെഗറ്റീവ് സാറ് പറഞ്ഞതും ഇത് മാത്രമല്ല, ഇതിൻ്റെ നമുക്ക് റിവ്യൂസ് എടുക്കാം. ഈ റിവ്യൂ നടത്തുന്ന മോന്മാരെന്ത് റിവ്യൂ ഉണ്ടാക്കുന്നത്? റിവ്യൂമാരിൽ 90% പേര് നെഗറ്റീവ് റിവ്യൂസ് അല്ലേ കൊടുക്കുന്നത്. കാരണം അവന്റെ യൂട്യൂബ് ചാനലിലൂടെ അവന് പൈസ ഉണ്ടാക്കണം. അല്ല, അതൊരു വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ നിങ്ങളെപ്പോലെയുള്ള സോഷ്യൽ മീഡിയകൾ ചില കുറേ പേര് ചെയ്തു കൂട്ടുന്നതെന്ന് പറയുന്നത് നെഗറ്റീവ് എഴുതി പൈസ ഉണ്ടാക്കുക. അപ്പം അതിൻ്റെ പോസിറ്റീവ് സൈഡ് പുറത്ത് കൊണ്ടുവരുന്നില്ല. ഇനി സാമൂഹ്യ പ്രതിബദ്ധത ഓരോരുത്തർക്കും വേണമെന്ന് നേരത്തെ സന്തോഷ് പറഞ്ഞു, ഞാനും പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ ഓരോരുത്തരും ഓരോന്ന് പറയാനിറങ്ങുമ്പോൾ നിങ്ങൾ തന്നെയല്ലേ നമ്മളെ സദാചാര പോലീസ് എന്ന് പറഞ്ഞ് അടിച്ചൊതുക്കുന്നത് തന്നെയല്ലേ? ആലോചിച്ച് നോക്ക്. അപ്പൊ ഇതെല്ലാം ഇതിനകത്തുണ്ട്. മാറി സമൂഹം അങ്ങനെയുള്ള നെഗറ്റീവിനെ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന റിവ്യൂവിൽ അല്ലെങ്കിൽ ഇവരുടെ സൈൻ ഈ ചാനൽ ഞങ്ങൾ അടിയുണ്ടാക്കിയത് നിങ്ങളോട് തന്നെയാണ് അടിയുണ്ടാക്കിയത്. അല്ല, നെഗറ്റിവിറ്റി പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാരുണ്ട്, പൈസ കൊടുത്ത് റിവ്യൂ പറയിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അടക്കമുള്ള സോഷ്യൽ മീഡിയയിലെ തന്നെ ഞാൻ തന്നെ പറയാണ്, ഇപ്പൊ തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ഇത് അത്രയും തരുന്നു, ഞങ്ങൾ കഷ്ടപ്പെട്ടത് അത്രയും തരുന്നു തന്നല്ലോ. എന്നാൽ നമുക്ക് വേണമെങ്കിൽ പൈസ കൊടുത്തതിന് ശേഷം ചില റിവ്യൂവർമാരെ കുറേ എണ്ണത്തിന് ഇറക്കിയിട്ട് ഒന്നും പറയാതെ കാണാതെ അതിനെക്കുറിച്ച് പൊക്കി പറയിക്കാൻ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തു തന്നല്ലോ. പൈസ കൊടുക്കാത്ത മോന്മാർ വന്ന് ഏറ്റവും നല്ല പടമാണ് ദി റിയൽ കേരള സ്റ്റോറി, പക്ഷെ നെഗറ്റീവായിട്ട് എഴുതി പബ്ലിസിറ്റി കൊടുത്തിട്ട് അതിനെ തകർക്കാനായിട്ട് നോക്കും അല്ലേ?
ഇതിനൊന്നും നിയമം എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ പറയുന്നത് അത് കൊടുക്കാതിരുന്നാൽ പ്രശ്നമില്ലല്ലോ, കൊടുക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ഇപ്പം മയക്കുമരുന്ന് ഉണ്ടാക്കിയാലേ ഉപയോഗിക്കുള്ളൂ. ഈ ഉറവിടം കട്ട് ചെയ്താൽ ഈ പ്രശ്നം തീരും എന്നാണ് കുട്ടി ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും. അല്ല അതിനുവേണ്ടി തന്നെയാണ് ആ ഗ്രാസ് ഈ റൂട്ട് സിനിമ ലെവലിൽ ഈ സിനിമ പോലും സംസാരിക്കുന്നത്. ഇപ്പം ദി റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഈ സിനിമ പോലും ജയകുമാർ സാർ സംസാരിക്കുന്ന പോലും ഇത് എങ്ങനെ ഇപ്പൊ നമ്മളൊക്കെ ഇത്രയും അറിയാതെയെങ്കിലും ഇമോഷണായി പോയത് എന്നറിയാം, സമൂഹത്തിനോടുള്ള ഒരു നമ്മുടെ തലമുറ നശിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഡ്രഗ്സ് എനിക്ക് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് സുലഭമായിട്ട് എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ എന്തിനു വേണ്ടാന്ന് വെക്കണം? അല്ല, ഉപയോഗിക്കാത്ത ആളാണെങ്കിൽ ഇങ്ങനെ തൊട്ടടുത്തിരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പം ഭക്ഷണം വേണ്ടെങ്കിൽ വേറൊരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് കഴിക്കാൻ തോന്നും. അതുപോലെ തന്നെയാണല്ലോ. അല്ല പിന്നെ കുറച്ച് ഈ കാര്യം അത് പറയാം. ഇപ്പോൾ സിനിമാ പ്രവർത്തനമായതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു. കാരണം പഴയതുപോലെയല്ല. പണ്ടൊക്കെ നമ്മൾ സിനിമ കാണുമ്പോൾ ഒരാളെ കൊല്ലുമ്പോൾ തിയേറ്ററിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പേടിച്ചിട്ടിങ്ങനെ നോക്കും, നമ്മൾ പേടിക്കും. ഇന്ന് വലിയ രസം എന്താ അറിയോ, ഒരാളെ കൊല്ലുമ്പോൾ ഒരാളെ തല വെട്ടുമ്പോൾ ഒക്കെ കയ്യടിയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിൽ മാറി. അപ്പോ അല്ലേ? പിന്നെ ഞാൻ പറയാം, സർട്ടിഫിക്കറ്റ് എന്തിനാ കൊടുക്കുന്ന സിനിമക്ക്? ഇത്ര ഏജ് ഉള്ളവർ കാണാൻ പാടില്ല അല്ലേ? UA ഇത്ര. ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ട രണ്ട് പടം സർട്ടിഫിക്കറ്റ് എടുത്ത് UA കണ്ടത്. 12 മണിക്ക് ഞാൻ ഷോയ്ക്ക് കയറിയപ്പോൾ പേരൻസിന്റെ കൂടെ മക്കളെയും കൊണ്ട് കയറുകയാണ്. സിനിമാക്കാർ കുറ്റക്കാരാണോ? ഞങ്ങളൊരു സിനിമ ചെയ്തു, കുറച്ച് വയലൻസും സെക്സും ഒക്കെ ഉണ്ട് അതിൽ. ഞങ്ങൾക്ക് സർക്കാർ സർട്ടിഫിക്കറ്റ് തന്നു. ആ പ്രൊഡ്യൂസർക്ക് സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം ആൾ കയറാൻ പാടുള്ളൂ, തിയേറ്ററിൽ കയറ്റാൻ പാടുള്ളൂ. നിങ്ങൾ എന്തിനു മക്കളെ കൊണ്ട് പോകുന്നു? ഞാൻ എൻ്റെ അടുത്തിരുന്ന് അവരോട് ചോദിച്ചു. എൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എന്തൊരു ധാർമ്മികത ഉയർന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ടത്? മാതാപിതാക്കളുടെ ആവശ്യമാണ് ഈ സിനിമ കാണുക എന്നുള്ളത്. അപ്പോൾ കുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്ക് വിട്ടു വരാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്തു? കുട്ടികളെയും കൂട്ടി. എന്റെ കുറ്റക്കാർ ആര് മൊത്തം ആരാണ്? കുട്ടികൾ മുഴുവൻ വഴിവഴിച്ചു പോയി. സിനിമാക്കാരുണ്ടാക്കിയ ഞാൻ ഈ കൊറോണ കാലത്തൊക്കെ നമ്മളെങ്ങനെ അതിജീവിച്ചെന്നറിയോ? ഈ യേശുദാസ് പാടിയ പാട്ടും സിനിമാക്കാരുണ്ടാക്കിയ സിനിമകളും ഇതൊക്കെ ആ സമയത്ത് കണ്ടും വായിച്ചുമാണ് കൊറോണയൊക്കെ അതിജീവിച്ചത്. അപ്പൊ കലാകാരന്മാർ എന്നും ഈ നാടിന് വേണ്ടവരാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റു പല രീതിയിലേക്കും ചർച്ചകൾ കൊണ്ടുപോകാം. പക്ഷെ ഈ സിനിമ വളരെ കൃത്യമായിട്ട് നമ്മുടെ നാടിനെ ഇന്ന് ഇതാക്കുന്ന ഒരു ക്യാൻസർ പോലും അല്ല എന്ന് പറയാം. ക്യാൻസർ പിന്നെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും ഇന്ന് സർവ്വസാധാരണമായി. പക്ഷെ അതിനേക്കാൾ വലിയ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ ലഹരി, നിരോധിത ലഹരിയുടെ ഒരു വലിയ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ചെറിയ സിനിമയായിട്ട് ജയകുമാർ സാർ. മക്കൾ പലപ്പോഴും വഴിയാധാരമായി പോകുന്നുവെങ്കിൽ നമ്മൾ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിക്കും, അവരുടെ കൂട്ടുകെട്ടൊന്ന് അന്വേഷിക്കും. വേണ്ടേ? ഈ രണ്ടെണ്ണവും ഈ കുട്ടികളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം. ഒരു പരിധി വരെ എനിക്ക് പറയാം. നല്ല ഫാമിലി ആണെങ്കിൽ സാധ്യത കൂടുതലാണ്, സാധ്യത. എന്നാൽ നല്ല ഫാമിലിയിൽ നിന്ന് കുട്ടികൾ പിഴച്ചു പോകാം. എവിടെ പിഴയ്ക്കുന്നു? കൂട്ടുകെട്ട് ശരിയല്ലെങ്കിൽ. ഒരു വ്യക്തി ഒറ്റയ്ക്ക് അങ്ങ് പിഴച്ചു പോകില്ല, ഒരു വ്യക്തി ഒറ്റയ്ക്ക് വെക്കില്ല. ഒന്നുകിൽ അവൻ കാണുന്നതിലെ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ കേൾക്കുന്നതിലെ കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവൻ അനുഭവിക്കുന്നതിലെ കുറെ കാര്യങ്ങൾ. എന്റെ മകളുടെ കൂട്ടുകെട്ട് മോശമായിരുന്നില്ല. സിനിമയെ കുറിച്ച് പറഞ്ഞു. അല്ല, മനസ്സിലായി. അങ്ങനെ പറഞ്ഞു വരുമ്പോ സിനിമാക്കാവ് മൊത്തം പുറത്തേക്ക് വരും. നമ്മുടെ സിനിമയിൽ അങ്ങനെ സസ്പെൻസ് ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ സാർ ഈ പേരിട്ടത് റിയൽ. നമ്മൾ കൺമുന്നിൽ കാണുന്ന ഇത് തന്നെയാണ്. ഇപ്പം വൈഫ് മകളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതാണ്. അച്ഛന്റെ വേഷമാണ് എനിക്ക്. പക്ഷെ ഞാൻ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആണ്. മകള് ഇങ്ങനെ നേരം വൈകി എണീക്കുന്നു. അപ്പൊ അച്ഛനായ ഞാൻ പറയുന്നു, അവൾ എന്തിനാ ഇത്ര സമയം ഉറങ്ങുന്നത്? അപ്പൊ അമ്മ പറയുന്നു, അവള് കുറച്ച് കിടന്ന് ഉറങ്ങിക്കോട്ടില്ലേ അവള്. അപ്പൊ ഇതൊക്കെ എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ്. മനസ്സിലായത്? അതുകൊണ്ട് അതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞത്. പക്ഷെ ഒരു ഘട്ടത്തിൽ നമ്മൾ പറയുന്നു, അമിതമായി മക്കളെ സ്നേഹിക്കാൻ പാടില്ല, അമിതമായിട്ട് മക്കളെ സ്നേഹിക്കാൻ അതന്നെ. അപ്പൊ അങ്ങനെ ഒരു അമിതമായി സ്നേഹിച്ചൊരു അമ്മയാണ്. അത് ആരധികം സ്നേഹിക്കുന്ന അവരേക്ക് അധികം ദുഃഖം. പക്ഷെ റിയൽ ലൈഫിൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള അമ്മയാണ്. മക്കളൊക്കെ ഇങ്ങനെ അങ്ങനെ മറ്റേ സന്തൂർ മമ്മിയാണെന്ന് കാണുമ്പോ മനസ്സിലാവും. എങ്ങനെയാണ്? മോഡേൺ മമ്മിയാണോ അതോ മോഡേണും ട്രഡീഷണലോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ കഴിയുന്നതും നോർമൽ മമ്മി. കമ്മ്യൂണിക്കേഷൻ എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവിടെ നടന്നതൊക്കെ ഞാൻ അറിയണം, അത്രേ ഉള്ളൂ. രണ്ടുപേരും ഹോസ്റ്റലിലാണെങ്കിൽ വിളിച്ചറിയും. പിന്നെ പക്ഷെ
നല്ല എല്ലാം കാര്യം അറിയുന്ന നല്ല ഹസ്ബൻഡ് ഉണ്ട്. പിന്നെ എൻ്റെ അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇതിനെ കാണുമ്പോൾ ഒരു കാര്യം സംസാരിക്കണമെന്ന് വിചാരിച്ചു, കുറച്ച് ഔട്ട് ഓഫ് ടോപ്പിക്കാണ് എങ്കിലും ഈ സദാചാര പോലീസിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ അടിയാവോ? ഞങ്ങൾ പോണോ? അല്ല ഇല്ല, എന്താ മറുപടി അറിയില്ല എങ്കിലും അതെ, എനിക്ക് തോന്നുന്നു ഇതുപോലെ സ്നേഹമുള്ളടത്ത് അടി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു ചോദിക്കുകയാണ്, രേണു സുധിയുമായിട്ട് ഒരു പ്രശ്നം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. രേണു സുധിയോട് മോളെ നിന്റെ പോക്ക് ശരിയല്ല, സൂക്ഷിക്കൂ എന്നുള്ളത്, അങ്ങനെ അതൊരു വ്യക്തിയുടെ ലൈഫിലേക്കുള്ള അമിതമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ? അതെ, ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു, ഇപ്പൊ റിയൽ കേരള സ്റ്റോറിയിലൂടെ കൊടുക്കുന്ന സന്ദേശങ്ങൾ കുറയണം. അല്ലെങ്കിൽ ഒരു നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെടുത്ത് നമ്മൾ ലഹരി ഉപയോഗിക്കുന്നതിന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത്, ഈ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. അമിതമായാൽ അമിതം വിഷം ആണെന്ന് പറയും. ഒരു അഡ്വൈസിന് അപ്പം നീ ഒന്ന് ശ്രദ്ധിക്കൂ. ഇവിടെ യഥാർത്ഥത്തിൽ രേണുസുധി എന്നുള്ളൊരു മീഡിയം മാത്രമാണ്. ഏതൊരു വ്യക്തിയും നശിച്ചു പോകാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആത്മാർത്ഥതയുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു സാധാ വ്യക്തിയാവട്ടെ, നേരത്തെ സന്തോഷം പറഞ്ഞു, ആ മകനെ ഞാൻ മനുഷ്യത്വമുള്ളൊരു മനുഷ്യനാക്കി അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാക്കി, അതാണ് ആവശ്യം. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ മുന്നിൽ കാണുന്ന തെറ്റായ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകും, അത് തകർന്നു പോകും എന്ന് കാണുന്നതിൽ ഒരു ഉത്കണ്ഠ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്നേഹപൂർവ്വം ശാസിക്കും. അങ്ങനെ പോവാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിതിന് മുമ്പേ പോയിട്ട് അടി വാങ്ങിച്ച പാർട്ടിയാണ്. അപ്പം നീയും ആ വഴി പോവാതിരുന്നാൽ നിനക്ക് നല്ലതാണ്. ഞാൻ ഇതിനു മുമ്പ് പോയി തോറ്റതാണ്, നീ ഇതേപോലെ പോകരുത്. ഞാൻ ഇതിനു മുമ്പ് ഈ വഴിയെ പോയിട്ട് എന്നെ മൂർഖം കിട്ടിയതാണ്, നീയും അതേ വഴിയെ പോകരുത്. പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോ. ഇത് തന്നെയാണ് രേണു സുധിയോട് പറയുന്നതും ആരോട് പറയുന്നതും. ഈ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ഇന്നത്തെ കുട്ടികളിലും രക്ഷകർത്താക്കളിലും കുറെ പേർക്ക് ഇഷ്ടമല്ലാത്തത്. അല്ല, ആ വ്യക്തി സംസാരിക്കുമ്പോ ആ വ്യക്തി ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ ഗുണവും ദോഷവും ആ വ്യക്തി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ. അതാവണമെന്നില്ല. നമ്മളെ ഫിലിം അല്ല, അപ്പൊ ഈ സിനിമയിലുള്ള കാര്യം ഇത് തന്നെയാണ്. ഈ സിനിമയും അതും എല്ലാം കണക്റ്റഡ് ആണ്. ഇതിനകത്തും ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിനകത്ത് ഒരു പക്ഷേ പാരന്റ്സ് കൊടുത്തിട്ടുണ്ടാവും, അത് കൊടുത്തിട്ടില്ലായിരിക്കും. പക്ഷെ നാളെ ഒരു വഴി നാളെ ഒരു കുട്ടി നശിക്കും. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ ലഹരി മാഫിയ ഇവിടെ എല്ലാം അടക്കി വാങ്ങി, അത് ആളാണെ സഡൻ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചല്ല. കുറേ നാളുകൊണ്ട് തന്നെ തകർച്ചകളുണ്ടായി. ഇപ്പൊ പിടിച്ചാൽ നിൽക്കാൻ പറ്റാത്ത രീതി. ഇപ്പൊ തൃശ്ശൂർ പൂരം നടന്നു, ആ പൂരപ്പറമ്പിന്റെ അപ്പുറത്ത് വേറെ പൂരങ്ങളുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ കുറെ പേര് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിന്റെ പുറകെ പോലീസിന് പോകാൻ പറ്റുമോ? ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പോലീസിൻ്റെ എക്സൈസിനെ തലയെ കൊണ്ടുവയ്ക്കും. പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും സാമൂഹിക പ്രതിബദ്ധതയുണ്ട്. അതിൽ വീഡിയോ എടുത്ത ആൾ പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടതാണ്. പാരൻസ് നിങ്ങളുടെ ഈ മക്കളെല്ലാം നോക്കിക്കൊണ്ടേ, ഇതിലാരെങ്കിലും നിങ്ങളുടെ മക്കളുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ. പരസ്യമായിട്ട് അവർ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടുന്നതെന്ന് കണ്ടുകൊണ്ടിരിക്കും. ഓരോ കുട്ടികളും വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സന്ദേശങ്ങളാണ് ഒന്നുകിൽ നമ്മൾ കൗൺസിലിങ്ങിലൂടെ കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിനിമകളിലൂടെ കൊടുക്കുക, അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ കൊടുക്കുക. അപ്പം ആ കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ പറയും, ഡോണ്ട് ഡു. ഇന്ന് പലർക്കും ആ ഡോണ്ട് ഡു ഇഷ്ടപ്പെടാത്തതും ഉണ്ട്. ആവശ്യമുള്ളിടത്ത് പറഞ്ഞാലും മതി എന്നുള്ളത്. തപ്പിപ്പിടിച്ച് നടക്കാൻ പറ്റില്ല. ആവശ്യമുള്ളിടത്ത് നമ്മുടെ സംസാരം ഇപ്പൊ ആരോടാണെങ്കിലും പറയേണ്ടടുത്ത് പറഞ്ഞാൽ മതി. ചില വാക്കുകൾ പറയേണ്ടടുത്ത് മതി എന്നുള്ള. ഈ ചാനലിൽ നമ്മൾ ഈ പരിപാടിയിൽ അടി തന്നെ ഇങ്ങനെയുള്ള അടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ വഴിയില്ല. ഇതിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം, അതിനെ പറ്റിയിട്ട് എല്ലാം യു ക്യാൻ സീ ആൻഡ് വാച്ച്. ഓക്കെ, ഇപ്പൊ നമ്മൾ സംസാരിച്ച എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഉത്തരം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഈ മാസം 16-ാം തീയതി സിനിമ കാണുമ്പോൾ കേരള സ്റ്റോറിയിലൂടെ പാരന്റ്സിനും മക്കൾക്കും സമൂഹത്തിനും കിട്ടും. ആവശ്യമുള്ളവർക്ക് എടുക്കാം, ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം, ആവശ്യമില്ലാത്തവർക്ക് തള്ളിക്കളയാം. ഒരു ഫാമിലി കാണേണ്ട ഫിലിമാണ്. ഒരു അച്ഛനമ്മ കുട്ടികളും ഒപ്പം ഇരുന്ന് കാണേണ്ട ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച്.